ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ ശേഖർ ചെയ്യുന്നത് തനിഷ്ക ആയുർവേദ OU. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പ്, അതായത് ഡയബറ്റീസിന് മുമ്പുള്ള അവസ്ഥ. ഡയബറ്റീസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് നമുക്ക് എപ്പോഴാണ് നമുക്കൊരാൾക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് പറയുക? നമുക്ക് പുറമെ കുറച്ച് ലക്ഷണങ്ങൾ കാണും. വിശപ്പ്, അമിതമായ വിശപ്പ്, ദാഹം, ശരീരമെരിച്ചിൽ, അമിതമായി മൂത്രം പോകുന്നത്, ഇതൊക്കെ ആ ലക്ഷണങ്ങളാണ്. ഇത് കൂടെ തന്നെ നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യുന്നത്? നമുക്ക് എന്തായാലും നമ്മുടെ പ്ലാസ്മയിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നമ്മൾ നോക്കും. അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അല്ലെങ്കിൽ റാൻഡം ബ്ലഡ് ഷുഗർ, അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ നമ്മൾ നോക്കും. ഇത് എത്രയായിരിക്കും അതിൻ്റെ അളവ്? എപ്പോഴും അത് 125 mg/dL മേലെയായിരിക്കും ഒരു ഡയബറ്റിസ് രോഗിക്ക്. ഇനി നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയായിരിക്കും? അത് എപ്പോഴും 70-നും 100-നും ഇടയ്ക്കായിരിക്കും. ഇനി പ്രീ ഡയബറ്റീസ് ഉള്ള ഒരാളിന് 100-നും 125-നും ഇടയിലായിരിക്കും ഈ ഷുഗർ ലെവൽ. അതിലൂടെ നമുക്ക് കണ്ടെത്താൻ പോകും. ഇനി എന്തെല്ലാം കാരണങ്ങളാണ് നമ്മൾ പ്രീ ഡയബറ്റീസിലേക്ക് നയിക്കുന്നത്? ഫസ്റ്റ്ലി വന്നിട്ട് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ്, നമ്മുടെ ശരീരം ഇൻസുലിനോട് പ്രതികരിക്കാതെ വെക്കുക. അതായത് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങൾ ഇൻസുലിൻ്റെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ വരികയും ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. നമുക്ക് അതിൽ വളരെ കൂടുതൽ തിയറട്ടിക്കലി പോകണ്ട, പ്രാക്ടിക്കലി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കാം. ഫസ്റ്റ്ലി വന്നിട്ട് നമുക്ക് ഇതുണ്ടാകുന്ന മെയിൻ കാരണം അമിതമായിട്ടുള്ള അന്നജത്തിൻ്റെ ഉപയോഗം, കൊഴുപ്പിൻ്റെ ഉപയോഗം, ഫാസ്റ്റ് ഫുഡ്, ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം. ശരീരഭാരം നിയന്ത്രിക്കണം. നമ്മുടെ അരക്കെട്ടിന് ചുറ്റുമുള്ള കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കണം. ഇതിലൂടെയെല്ലാം നമുക്ക് ഈ ഷുഗർ എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്നും നമുക്ക് മാറാം. പ്രീ ഡയബറ്റിക് കണ്ടീഷനിൽ നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാവുന്നതാണ്. അത് നോർമൽ ലെവലിലോട്ട് മാറും. ഇപ്പം 100-ന് 110 ഉള്ള ഒരാളിന് നമ്മൾ ഇത്തരം നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ അത് നോർമലി 100-നും 70-നും 100-നും ഇടയ്ക്ക് ആക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ തൈറോയ്ഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനുള്ള മരുന്ന് കൃത്യമായിട്ട് എടുക്കുക. അമിതമായിട്ടുള്ള സ്റ്റീറോയിഡ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക. റെഗുലറായിട്ടുള്ള എക്സസൈസ് ചെയ്യുക. റെഗുലറായിട്ട് 6 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക. ഡയറ്റിൽ ഷുഗറിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കുക. ചോറ്, കപ്പ, അതുപോലെ നമ്മൾ കേരളീയമായിട്ട് കഴിച്ചു വരുന്ന അന്നജം കൂടിയ ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്, പുറത്തുനിന്നുള്ള ആഹാരങ്ങൾ എല്ലാം കുറയ്ക്കുക. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഒരു ഡയബറ്റിക്സ് രോഗിയാവാതെ രക്ഷിക്കാൻ കഴിയും. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു കണ്ടീഷൻ നമ്മൾ വളരെയധികം ശ്രമിച്ചു, പക്ഷെ നമുക്ക് ഷുഗർ കൂടി ഒരു 125-ന് മേലെയായി. നമ്മൾ ആ ഒരു രീതി തന്നെ നമ്മൾ തുറന്നു കൊണ്ടുപോകണമെങ്കിൽ പോലും നമ്മുടെ നല്ല ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ നമുക്ക് ഈ കണ്ടീഷൻസിനെ തരണം ചെയ്യാവുന്നതാണ്. ഒരു ഡയബറ്റിക് രോഗി ആയാൽ പോലും നമുക്ക് നോർമൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. ഇത്തരം ലൈഫ് നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും നോർമൽ ലൈഫ് സ്റ്റൈൽ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു രോഗത്തെ നമുക്ക് എഫക്റ്റീവ്ലി നമുക്ക് അതിനോട് പോരാടാനായിട്ട് കഴിയത്തില്ല. ഇത്രയുമാണ് പറയുന്നത്. ഇന്ന് തന്നെ എല്ലാവരും ബ്ലഡ് ഷുഗർ ലെവൽ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണോ എന്ന് ഉറപ്പുവരുത്തുക. അല്ല